പുതിയ പാർട്ടി സെക്രട്ടറിക്ക് വേണ്ടിയുള്ള അഭിവാദ്യങ്ങളാണ് കേട്ടത്. ഈ അഭിവാദ്യങ്ങൾ അത് സ്വന്തം നാട്ടിൽ നിന്നാണ് ഉയരുന്നത്, സ്വന്തം സഖാവിന് വേണ്ടിയാണ് അവർ ഉയർത്തുന്നത്. അതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അഭിമാനവും കാണാം. ഭയങ്കര ആവേശത്തിലാണ്. ഡിവൈഎഫ്ഐ SFI എല്ലാം സഖാവിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവേശത്തിലാണ്. തീർച്ചയായും ഞാൻ അവസാനമായിട്ട് കണ്ടത് നമ്മളിവിടെ ഒരു ജലഘോഷയാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ സഖാവായിരുന്നു ഉദ്ഘാടനം. അതുകൊണ്ട് ബേബിസാവിനെ കാത്തിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും, നാടൊന്നാകെ. വിക്രമൻ ചേട്ടനാണ് പാർട്ടി അംഗത്വം നൽകുന്ന കാര്യങ്ങളിലേക്കൊക്കെ MABB സഖാവിനെ കൊണ്ടുവന്നത്. ബേബി സാവ് സെക്രട്ടറി ആവുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ സെക്രട്ടറി ആയി, സന്തോഷമായോ? ഇപ്പൊ സെക്രട്ടറി ഇന്നലെ രാത്രി ഞാൻ സെക്രട്ടറി ആയെന്ന് എനിക്കറിയാം. രാത്രി എനിക്ക് ഒരു മെസ്സേജ് കിട്ടിയായിരുന്നു. ഇപ്പൊ സന്തോഷമില്ലല്ലോ മുഖത്ത്? എനിക്ക് സന്തോഷമുണ്ട്. ഉണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ് ദേവി സെക്രട്ടറി ആയിരുന്നു. കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്റെ കൈകൊണ്ട് പിടിച്ച് പാർട്ടി രംഗത്ത് കൊണ്ടുവന്ന ഒരാള് അഖിലേന്ത്യാ തലത്തിൽ ലോകത്ത് അറിയപ്പെടുന്ന രീതിയിൽ ആ സ്ഥാനമാനങ്ങളിൽ വന്ന് ഈ വിക്രമൻ ചേട്ടൻ പണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് സഖാവ് വിളിച്ചപ്പോ അവിടെ നിന്ന് ആ സത്യപ്രതിജ്ഞയ്ക്ക് പോകാതെ മാറി നിന്ന ആളാണ്. ആ കഥയൊക്കെ നമ്മളോട് ഇന്നലെ പറഞ്ഞു. ആ സത്യപ്രതിജ്ഞയ്ക്ക് പോയില്ലല്ലോ. സത്യപ്രതിജ്ഞ പോയില്ലല്ലോ. സത്യപ്രതിജ്ഞയ്ക്ക് എന്ന മന്ത്രിയായപ്പോ പക്ഷെ ഇത്തവണ വരുമ്പോ കാണണം കേട്ടോ, ഉറപ്പായിട്ടും അത് കാണും. വീട്ടിൽ വരും. അത് തന്നെയാണ്, അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് പോയില്ല, എന്നാൽ ഇന്ന് വീട്ടിൽ വന്ന് കാണുമെന്നാണ് വിക്രം സഖാവ് പറയുന്നത്. അതുപോലെ തന്നെ SN കോളേജിലൊപ്പം പഠിച്ച സഖാവും ഉണ്ട്. SFIയുടെ മാത്രം നേതാവല്ല, ആ കോളേജിലെ മൊത്തം കുട്ടികളുടെ ഒരു നേതാവായിരുന്നു MABB. വായനയിലൂടെ അത്രയും അറിവ് നേടി. പഞ്ചായത്തിന്റെ ഒരു ലൈബ്രറിയാണ്, റീഡിംഗ് റൂമുമാണ്. അവിടെ വെച്ച് വന്നിരുന്ന് ബുക്കുകൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾക്കറിയാം ബേബിയുടെ ആ പ്രവർത്തനം കൊണ്ട് അറിയാം ബേബി വലിയ നിലയിലെത്തുമെന്ന്. ജനറൽ സെക്രട്ടറി ആവണം എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു മോഹമായിരുന്നു. അതെന്തായാലും ആ മോഹം സഫലീകരിച്ച് ഇവിടെ ഒരു കുട്ടി പോണ ബേബി സെക്രട്ടറി അതൊക്കെ അറിഞ്ഞു. സന്തോഷമാണോ? ഇവരൊക്കെ പറഞ്ഞ കഥയെ കേട്ടോ? സന്തോഷം എന്ന വാക്കാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. അപ്പം പ്രതീക്ഷയായിരുന്നു ഇന്നലെ, അത് സന്തോഷത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ അഭിമാനത്തോടു കൂടിയാണ് നാട്ടുകാർ നിൽക്കുന്നത്. കാരണം പാർട്ടിയുടെ അമരത്ത് സ്വന്തം സഖാവ് എവിടെ നിന്ന് ചുവട് വെച്ച് തുടങ്ങിയോ അവിടെയുള്ള സഖാക്കളാണ്, അവിടെയുള്ള മനുഷ്യരാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുക. എന്തായാലും ഇന്ന് ആഘോഷ പരിപാടികൾ ഉണ്ടാവും വൈകുന്നേരം. തീർച്ചയായും വൈകുന്നേരം ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും മറ്റു പരിപാടികളും ഒക്കെ ഞങ്ങളെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നാളെ വിശാലമായി നടത്തും. ഞങ്ങളുടെ സഖാക്കൾ മതിലിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ആഘോഷപൂർവ്വം ഇത് ഞങ്ങളിന്ന് ഫസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് മാത്രം ഇന്ന് വൈകിട്ട് 6 മണിക്ക് കാഞ്ഞാവള്ളിയിലും വരുന്നത്. എന്തായാലും മധുരയിൽ നിന്ന് വാർത്തയെത്തി. ഇനി എത്തേണ്ടത് അവർ കാത്തിരിക്കുന്ന ആ വ്യക്തിയാണ്. ഒപ്പം നടന്ന് മുദ്രാവാക്യം വിളിച്ച മനുഷ്യൻ ഇപ്പോൾ പാർട്ടിയുടെ അമരത്തെത്തിയിരിക്കുകയാണ്. അതിന്റെ വലിയ അഭിമാനബോധത്തിലാണ് ഈ മനുഷ്യരുള്ളത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.